ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അലക്സ് എന്ന കൗമാരക്കാരൻ തൻ്റെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വരുന്ന വഴിയിൽ തൻ്റെ കാമുകിക്ക് മെസ്സേജ് അയച്ച് വീട്ടിലെത്തിച്ചേരുന്നു. വീട്ടിലെത്തിയ അലക്സ് കാമുകിയുമായി തകൃതിയായി മെസ്സേജ് അയക്കുകയാണ്. ഈ നിമിഷം അവിടേക്ക് അലക്സിൻ്റെ പിതാവായ കാലിൻ വരുന്നു. മകനായ അലക്സിനെ ബർത്ത്ഡേ വിഷും ചെയ്ത് കുപ്പി പൊട്ടിച്ച് പിതാവ് കാലിൻ ബർത്ത്ഡേ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നു. ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന അലക്സിൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസും വെച്ച് കൊടുത്ത് അപ്പനും മകൻ്റെയും അഗാധമായ ബന്ധത്തിന് ഉറപ്പുവരുത്തുന്ന പിതാവ്. ഈ നിമിഷം പിതാവായ കാലിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. പെട്ടെന്ന് ഫോൺ സംസാരിച്ചു വെക്കുന്ന പിതാവ് വീണ്ടും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അലക്സിയോട് പിതാവ് സംസാരിക്കുവാൻ തുടങ്ങുന്നു. തൻ്റെ പഠിത്തവും ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങുന്നു. പിതാവിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഫോണിൽ തോട്ടിക്കൊണ്ട് തന്നെ അലക്സി മറുപടി പറയാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരവും വെള്ളമടിയും തകൃതിയായി നടക്കുന്നു. ഓരോ ചോദ്യങ്ങൾക്കും അങ്ങുമിങ്ങും തൊടാതെ അലക്സി മറുപടികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് പിതാവ് മൂഡൊന്ന് മാറ്റിപ്പിടിക്കുവാൻ തുടങ്ങുന്നു. അലക്സിയോട് അവൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അലക്സി ആകെ അസ്വസ്ഥനാകുന്നു. പെട്ടെന്ന് പിതാവ് വാതിൽ തുറന്ന് 2 ചരക്കുകളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അലക്സ് ആദ്യം പിതാവായ കാലിൻ അവരെ പരിചയപ്പെടുന്നു. ഒന്ന് സിമോറയും മറ്റേത് ഓറയും. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം. രണ്ടുപേരെയും കാലിൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. രണ്ടുപേരും അലക്സിയുടെ അപ്പുറവും ഇപ്പുറവുമായിരിക്കുന്നു. ആകെ കിളിപോയ അവസ്ഥയിലിരിക്കുന്ന അലക്സി പെട്ടെന്ന് സിമോണ അന്തരീക്ഷം ഒന്ന് സൗഹൃദപരമാക്കുവാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി അലക്സിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ആദ്യമൊന്ന് പേടി തോന്നിയെങ്കിലും സർവ്വധൈര്യവും സംഭരിച്ച് രണ്ടുപേരോടും അലക്സി നല്ല രീതിയിൽ സംസാരിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലുള്ള പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓറ. പെട്ടെന്ന് അലക്സ് ആരോടും ഒന്നും പറയാതെ നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് വലിയ ആലോചനയിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും അലക്സിന് കിട്ടുന്നില്ല. പെട്ടെന്ന് വാതിൽ തുറന്ന് പിതാവ് കാലിനകത്തേക്ക് വരുന്നു. വിഷമിച്ചിരിക്കുന്ന മകനായ അലക്സിനെ കണ്ട് ഇത് നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റാണെന്ന് പറയുന്നു. ചില കാര്യങ്ങൾ ചെയ്തു പഠിക്കുക തന്നെ വേണമെന്നുള്ള ഒരു ഉപദേശവും നൽകുന്നു. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും അലക്സിയുടെ മുഖത്ത് ഒരു സന്തോഷവും പിതാവിന് കാണുവാൻ കഴിയുന്നില്ല. ആകെ വിഷമത്തിലാകുന്ന പിതാവ് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. നിമിഷങ്ങൾക്കകം തിരികെ വന്ന് അലക്സിയുടെ അടുക്കലേക്ക് വരുന്നു. വിഷമിച്ചിരിക്കുന്ന അലക്സിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തവുമില്ലാതെ പിതാവിൻ്റെ കൂടെ അലക്സി സിമോണയുടെയും ഓറയുടെയും അടുക്കിലെത്തുന്നു. പെട്ടെന്ന് പിതാവിൻ്റെ കൂടെ ഓറ പോകുന്നു. പിതാവ് പോയതോടെ അലക്സ് ആകെ വിഷമത്തിലാകുന്നു. ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന സിമോണയുടെ അടുത്തായി അലക്സ് ഇരിക്കുന്നു. അവസാനം സിമോണയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. നേരെ റൂമിലേക്ക്. പെട്ടെന്ന് അലക്സ് ബാത്റൂമിലേക്ക് കയറി പണിയായുധമൊന്ന് കഴുകി വൃത്തിയാക്കുന്നു. തിരികെ ഹാളിൽ വന്ന് സിമോണയെ നോക്കി പിതാവിൻ്റെ റൂം ലക്ഷ്യമാക്കി നടക്കുന്നു. പാതി അടഞ്ഞ വാതിലിൻ്റെ ഇടയിലൂടെ അകത്തേക്ക് നോക്കുന്നു അലക്സ്. കട്ടിലിൽ കുത്തിമറിയുന്ന പിതാവിനെയും ഓറയെയും കാണുന്നു. നേരെ അലക്സ് റൂമിലേക്ക്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സിമോണ അലക്സിൻ്റെ റൂമിലേക്ക് വരുന്നു. കാര്യപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. ഫോണിൽ മാത്രം കണ്ടുപരിചയമുള്ള അലക്സിയുടെ പെർഫോമൻസിനെ കാര്യമായി ബാധിക്കുന്നു. എന്നാലോ വളരെ എക്സ്പീരിയൻസ് ആയ സിമോണയുടെ ശിക്ഷണത്തിൽ അലക്സ് കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി പതിയെ പതിയെ പഠിച്ചു കാര്യങ്ങൾ ചെയ്യുന്നു. പൂച്ചയെപ്പോലിരുന്ന അലക്സ് പുലിയായപ്പോൾ സിമോണയ്ക്ക് ശ്വാസം കിട്ടാതാകുന്നു. കാര്യപരിപാടികൾ നിർത്തുവാൻ അലക്സ് തയ്യാറാകുന്നില്ല. അവസാനം കാര്യപരിപാടികൾ ടെററായപ്പോൾ സിമോണ അലക്സിക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ച് കാര്യപരിപാടികൾക്ക് അവസാനം കുറിക്കുന്നു. അങ്ങനെ സിമോണയെ യാത്രയാക്കി അലക്സ് നേരെ ബാത്റൂമിലേക്ക്. ഒരു നല്ല കൈപ്പണിയും നടത്തി നേരെ ഹാളിലേക്ക്. മകൻ തന്നോട് കാണിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം പിതാവിനോട് പറഞ്ഞു ദേഷ്യപ്പെടുന്ന സിമോണ ഒരുവിധം അവരെ ഒന്ന് സമാധാനിപ്പിച്ചു പറഞ്ഞയക്കുന്ന പിതാവ്. അവർ പോയതിനു ശേഷം അലക്സിയുടെ അടുക്കലേക്ക് പിതാവ് വരുന്നു. ഒരു ഗ്ലാസ് നൽകി അവനോട് സംസാരിക്കുന്നു. ആദ്യമായത് കൊണ്ടാണ് ഇതെല്ലാം. പോകെ പോകെ എല്ലാം ശരിയാകും.
ഇനിയും എത്രയെത്ര ബർത്ത്ഡേകൾ വരാനുള്ളതാണ്. ശുഭം. വീഡിയോ മുഴുവനായി കാണുന്നതിന് താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ആദം.